ഇന്ന് നമ്മുടെ 1000 ദിവസത്തെ പരിപാടി. ഈ ദിവസം ഗുരുമണിയേട്ടന്റെ 84 ജന്മദിനമാണ്. അപ്പൊ ഇന്ന് നമ്മുടെ സാധകര് എല്ലാവരും ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഒരു ജപം ചെയ്യാനായിട്ട് ഒന്നിരിക്കുക. അവരവരിയ്ക്കുന്ന സ്ഥലങ്ങളിൽ ഒരു 6 മണി മുതൽ 6:15 വരെ ഒന്ന് ഇരിക്കുക. നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ നിന്ന് ഇരിക്കുക. സ്വതന്ത്രമായിട്ടുള്ളൊരു സ്ഥലം, വാഹനത്തിലെന്നല്ല, സ്വതന്ത്രമായിട്ടുള്ള സ്ഥലത്താണെങ്കിൽ ഒരു വടക്കോട്ട് നോക്കിയിട്ട് ഇരുന്ന് 15 മിനിറ്റ് ജപം ചെയ്യുക. ഓക്കെ. അപ്പോ ഗുരുവിന് നമസ്കരിച്ചുകൊണ്ട് ഈ 1000 ദിവസം ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഇന്നത്തെ നിരൂപണങ്ങളിലേക്ക് പോകാം. കൃഷ്ണകുമാരേട്ടാ പറയൂ. നമസ്കാരം. 1000ാമത്തെ ദിവസത്തിലെ ഇന്നത്തെ സുഭാഷിതത്തിൽ വളരെ പ്രധാനമായ ഒരു വിഷയമായിരുന്നു കൈകാര്യം ചെയ്തത്. ഒരു ശിശു ജനിക്കുമ്പോൾ മുതൽ അതിന് ചുറ്റിനും കാണുന്ന മാതൃകകൾ പിന്തുടരുന്നു. അങ്ങനെ അതിന്റെ മനോചിത്രങ്ങൾ ആ കുട്ടിയിൽ ഉടലെടുക്കുന്നു. ആ മനോചിത്രങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അത് ലോകത്തെ വീക്ഷിക്കുന്നത്. സഹജീവികളോടും അതുപോലെ ചുറ്റിനുമുള്ള എല്ലാ ജീവജാലങ്ങളോടും അതിന്റെ ഇടപെടലിൽ ഈ മനോചിത്രത്തിന്റെ പ്രഭാവം ഉണ്ടാകുന്നു എന്നുള്ള മഹത്തായ പാഠമായിരുന്നു ഇന്ന് അറിയാൻ കഴിഞ്ഞത്. മുമ്പൊരു സഹവാസത്തിൽ എടുത്തിരുന്ന ഒരു ചിത്രം ഓർമ്മ വരുന്നുണ്ട്. ഒരു കൊച്ചുകുട്ടി ഇനാമാണെന്ന് തോന്നുന്നു. അത് അവിടെ ഇരുന്ന്, അതിന്റെ അച്ഛനും അപ്പൂപ്പനും എല്ലാം ഡോക്ടർമാരാണ്. അത് സ്റ്റെതസ്കോപ്പ് കണ്ടാണ് വളർന്നത്. അവിടെ ഇരിക്കുന്ന ഒരു മൈക്കിന്റെ വയറെടുത്ത് അത് സ്റ്റെതസ്കോപ്പ് മാതിരി അത് കഴുത്തിലിടുന്ന ഒരു മനോഹരമായൊരു ചിത്രം സന്തോഷം പങ്കുവച്ചിരുന്നു. അത് ഓർമ്മ വരികയാണ് ഈ അവസരത്തിൽ. നന്ദി, നമസ്കാരം. നമസ്കാരം. അടുത്തായിട്ട് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ പോസ്റ്ററിലെ കഥാപാത്രത്തെയാണ്. പ്രപഞ്ചാളുണ്ട്. അവള് പ്രവേശക ധ്യാനത്തിന് എണീച്ചിട്ടില്ല. നീണ്ട പ്രവേശക ധ്യാനം. ആയിക്കോട്ടെ. രാജേട്ടാ, അടുത്തത് ശ്രീകല ചേച്ചി കൂടെ പറയും. ഇന്നത്തെ സുഭാഷിതം എന്തായാലും ശിശുവിൽ നിന്ന് ആണ് തുടക്കം. 1000 എപ്പിസോഡ് എത്തിയതിൽ അഭിവാദ്യങ്ങൾ, സന്തോഷം. പിന്നെ നമ്മുടെ എല്ലാ സിലബസും വളരെ വളരെ നന്നായിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷെ നമ്മൾ രാവിലെ വരുന്നത് ഒരു 4 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ ഒരു മാക്സിമം 10. അത് ഇൻക്രീസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു വഴി എല്ലാവർക്കും എത്തിക്കണം എന്നാണ് എന്റെ ആശ. കാരണം ഇത്ര നല്ല സബ്ജക്റ്റ് വന്നിട്ട് നമ്മള് എന്താ പറയാ, ചില ആൾക്കാർക്ക് സമയം കിട്ടൂല എന്നെങ്കിലും മാക്സിമം വരാൻ പറ്റുക നോക്കാം. അതാണ് വേണ്ടത്. എന്തായാലും ഇന്നത്തെ സുഭാഷിതം നന്നായിട്ടുണ്ടായിരുന്നു. വളരെ വളരെ ഉൾക്കൊള്ളാൻ സാധിച്ചതിൽ സന്തോഷിക്കുന്നു. താങ്ക് യു. നമസ്കാരം. ശ്രീകല ചേച്ചി. നമസ്കാരം. കേൾക്കുന്നുണ്ടോ? അപ്പോ ഞാനൊരു ഞങ്ങൾ ഈ പാരഡൈംസില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ടാസ്ക് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആസ് വെറ്റിനറി ഡോക്ടേഴ്സ്, 2 വെറ്റിനറി ഡോക്ടർമാരായിട്ട്. അപ്പൊ ഞാൻ ഒരു പാരഡൈമിനെ പറ്റി ഇന്നത്തെ സുഭാഷിതവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു പാരഡൈമിനെ പറ്റി ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് പിന്നെ ഇന്നിപ്പം പ്രപഞ്ച ചോദിച്ച ചോദ്യം, ഈ പട്ടിയമ്മയ്ക്ക് എത്ര പാലുണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ് പ്രപഞ്ച ചോദിച്ചത്. പിന്നീട് മനസ്സിലായി പാലെന്ന് ഉദ്ദേശിച്ചത് ആ ഒരു
എത്ര ഇതുണ്ട് എന്നുള്ള ആ ഒരു ഇതെന്നാണ് പിന്നെ സന്തോഷേട്ടൻ പറഞ്ഞപ്പോ മനസ്സിലായത്. പിന്നെ പക്ഷെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തില് ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തി നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണിലും അല്ലെങ്കിൽ അവർ ജനിക്കുമ്പോ തൊട്ടേ നമ്മൾ അറിയാതെ അവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വളരെ ക്രൂരമായ ഒരു പാരഡൈം എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ള ഒരു ചർച്ചയ്ക്കുള്ള ഒരു വിഷയമാണ്. അതായത് ഈ കുട്ടികളെ, പശുക്കുട്ടികളെ, അത് കൂടുതലും നമ്മുടെ കുട്ടികൾ കാണുന്നില്ല, പക്ഷെ അവരെ കാണാതെ തന്നെ ആ പാരഡൈമിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വീഴുകയാണ് ചെയ്യുന്നത്. കാരണം പിന്നെ ഈ പശുക്കുട്ടികളെ ജനിക്കുമ്പോൾ മുതലേ അവരെ ക്രൂരമായിട്ട് അമ്മയിൽ നിന്ന് അകറ്റുന്ന ഒരു പ്രവണത, ആ അകറ്റിയിട്ട് കിട്ടുന്ന ആ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവര് ചൂഷണം ചെയ്തെടുക്കുന്ന ആ പാലാണ് നമ്മൾ ഇന്ന് സമൂഹത്തില്, സൊസൈറ്റിയില്, ഈ പാക്കറ്റിലും ഒക്കെ വാങ്ങുന്നത് ഈ കുഞ്ഞുങ്ങൾ കാണുന്നത്. അപ്പൊ അവരെ അറിയുന്നില്ല. ഈ പാല് വാങ്ങാൻ ഒരു അച്ഛനോ അമ്മയോ പാല് വാങ്ങാൻ ഒരു കുഞ്ഞിനെ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ പാല് എവിടെന്നെങ്കിലും കൊണ്ടുവരുന്നത് കാണുകയോ അല്ലെങ്കിൽ കടയിൽ ഇരിക്കുന്ന കാണുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുട്ടിക്ക് അത് മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ കുട്ടിയും ആ ക്രൂരതയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു പാരഡൈമാണ് ആ കുട്ടിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഒരു വളരെ, സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഗവേഷണങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഒരു പഠനയാത്രകളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്, നമ്മുടെ സമൂഹത്തില് ഇന്ന് നടക്കുന്ന എല്ലാ അൺഇന്റന്റഡ് കോൺസിക്വൻസസും, എല്ലാവിധമായ ക്രൂരതകളും, ഈവൻ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ എന്തൊക്കെ ഈ അൺഇന്റന്റഡ് കോൺസിക്വൻസ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു, അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ആയിട്ട് ഈ ഒരു ക്രൂരമായ പ്രവൃത്തിയാണ്. നമ്മൾ പശുവിനെ പൂജിക്കുന്ന ഒരു റിലീജിയസ് എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണോ പശുവിന്റെ ധർമ്മം അല്ലെങ്കിൽ ആ ജീവിയുടെ ധർമ്മം, അത് നിർവഹിക്കാൻ അതിനെ അനുവദിക്കാതെ അതിനെ വെറുതെ പാലിന് വേണ്ടിയിട്ട് മാത്രം നിർത്തി ആ പാല് കറന്ന് ഈ ഒരു ക്രൂരമായ ഒരു ഇത് നമ്മുടെ സമൂഹത്തിനൊരു ശാപമായിട്ട് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പാരഡൈം മാറ്റി എഴുതാനായിട്ട് നമ്മൾ കുട്ടികളെ തൊട്ട് ശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ അത് വളരെ എന്താ പറയേണ്ട, സമൂഹത്തെ മൊത്തം അത് കവർ ചെയ്ത് നിൽക്കുന്നവർ ഈ ഒരു പ്രവൃത്തി മാറുമ്പോൾ തന്നെ മാത്രമേ ആ സമൂഹം രക്ഷപ്പെടുകയുള്ളൂ. ആ സൊസൈറ്റിയിൽ നമ്മൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന സൊസൈറ്റി വിൽ ബി ഡിസ്റ്റോർട്ടഡ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു പാരഡൈം ഒന്ന് സൂചിപ്പിക്കാൻ എന്റെ ധർമ്മത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിച്ചു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തത് നേരത്തെ പറഞ്ഞതുപോലെ പ്രപഞ്ച സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. സത്യത്തില് പോസ്റ്ററിന്റെ കാര്യം ഞാന് ആയിരം ദിവസങ്ങളായി, അതായത് 1000 ഇതായിട്ടിരിക്കുകയാണ് നമ്മുടെ സുഭാഷിതം. അപ്പൊ ഞാനത് ഇപ്രാവശ്യത്തെ ഇന്നത്തെ പോസ്റ്റർ എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട്, സാധാരണ ഇങ്ങനെ അച്ഛന് പോസ്റ്റർ ആക്കിയ ഉടനെ നമ്മള് സ്റ്റോറിലിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ ഇന്നലത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നത്തെ വിഷയം എന്താണെന്ന് അറിയാൻ ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ അത് മുമ്പിലേക്ക് വന്നപ്പോ നല്ല പരിചയം ഉണ്ടല്ലോ ഞാനിങ്ങനെ താടിയിൽ കൈ വെച്ചിരുന്നു, ഇതായിരുന്നോ എന്ന് പറഞ്ഞു. പിന്നെ നല്ല വിഷയമായിരുന്നു, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആ ഒരു എന്താ പറയാ ആ ഒരു വിഷയത്തെ എല്ലാവർക്കും മനസ്സിലാക്കാൻ, ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാക്കാൻ പാകത്തിലാണ് ഉണ്ടായിരുന്നത്. അത് തുടക്കം മുതൽ അവസാനം വരെ തന്നെ അത് എന്താണ് അതിനെ കുറിച്ച് പറയാൻ പോകുന്നത്, എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നതൊക്കെ ഞാൻ വളരെ താല്പര്യത്തോടു കൂടി തന്നെ കേട്ടിരുന്നു. പിന്നെ ഇന്ന് 1000 ദിവസമായിരിക്കാണ്. അപ്പൊ അതിന് ഇത്രയും പേര് നമ്മളെ റിട്രീറ്റിന്റെ സമയത്ത് തന്നെ എല്ലാവരും ചേർന്ന് രാവിലെ ഇവിടെ നമുക്ക് നല്ല സൗണ്ടോടുകൂടി തന്നെ, നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മള് രാവിലെ പ്രാക്ടീസ് ചെയ്യുമ്പോ
അപ്പം എന്തായാലും അത്ര തന്നെ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. അടുത്ത് വർഗീസേട്ടൻ പറയും. വർഗീസേട്ടനാണ് ഈ പരിപാടിയെ ഇത്രയും ലൈവാക്കി നിലനിർത്തിയത്. എന്ന് വെച്ചാല് ഇത്രയും ദിവസങ്ങളിൽ അദ്ദേഹം വിദേശത്തായിരുന്ന നമ്മുടെ ടൈം സോണിൽ നിന്ന് മാറി നിൽക്കുന്ന സമയങ്ങളിലും അദ്ദേഹം വിമാനത്തിലായിരിക്കുന്ന സമയത്ത് ഒഴികെ ബാക്കി എല്ലായിടത്തും വെച്ചും അദ്ദേഹം അതിനകത്ത് ഉണ്ടാകാറുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ നിരൂപണങ്ങളിലേക്ക് കിടക്കാം. നമസ്കാരം. ആദ്യമായിട്ട് ഈ എപ്പിസോഡ് 1000 ദിവസം പൂർത്തിയാക്കിയതിന്റെ സന്തോഷവും ആശംസകളും നേരുന്നു. ഇത് തുടങ്ങി വെക്കാൻ ഞാനൊരു കാരണമായിരുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഗുരുകുലത്തിൽ നമുക്കൊരു രാവിലെ എന്തെങ്കിലും ഒരു പരിപാടി റെഗുലറായിട്ട് വേണം എന്നുള്ള രീതിയിൽ അത് ഇതുപോലൊരു ഇതിലായിട്ട് ഇവോൾവ് ചെയ്തു വന്നത് വളരെ സന്തോഷമുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് പല വിധത്തിലും എനിക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ദിവസത്തിലെ ആദ്യത്തെ ഒരു ഇതായിട്ട് എനിക്ക് ഇത് ചടങ്ങായിട്ട് എടുക്കുന്നത് എനിക്ക് ഏറ്റവും വലിയ എനർജി കിട്ടുന്ന ഒരു സോഴ്സാണ്. കാരണം അത് മൊത്തം ബോഡി ഓർഗൻസ് ആണെങ്കിലും ടിഷ്യൂസ് ആണെങ്കിലും ജോയിന്റ്സ് ആണെങ്കിലും എല്ലാത്തിനും ഒരു ഫ്ലെക്സിബിലിറ്റിയും ഒരു സ്ട്രെങ്തും ഇതിൽ കിട്ടുന്നുണ്ട്. അത് കൂടാതെ മെന്റലായിട്ടൊരു ഇത് നമുക്ക് എജിലിറ്റി കിട്ടുന്നു. അതുപോലെ തന്നെ ആത്മാവിന് ഉള്ള കുറെ കാര്യങ്ങള്, ചിന്തിക്കാനുള്ള കാര്യങ്ങള്, അങ്ങനെ പല വിധത്തിൽ എല്ലാ വിധത്തിലും നോക്കി കഴിഞ്ഞാൽ നമ്മളെ എല്ലാത്തിനും കൂടെ ഹാർമണൈസ് ചെയ്തിട്ടുള്ള ആ മെഡിറ്റേഷനും എല്ലാം വളരെ പ്രയോജനമാണ്. കാരണം അതൊരു ഹോളിസ്റ്റിക്, ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്ന സമഗ്രതയിൽ ഉള്ള ഒരു പരിപാടിയാണ്. നമ്മുടെ എല്ലാ വശങ്ങളെയും എല്ലാ തലങ്ങളെയും ഒരേ സമയം തന്നെ അത് സ്പർശിക്കുന്നുണ്ട്, ആക്റ്റീവ് ആക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ പ്രയോജനം ഞാനിത് ഇപ്പോൾ 1000 എപ്പിസോഡായെങ്കിൽ അതിന്റെ മാക്സിമം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ അത് എനിക്ക് അതിന് കഴിയുന്നത്ര ഇതിൽ പങ്കെടുക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം എനിക്ക് അതിന്റെ പ്രയോജനങ്ങൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനായിട്ട് എല്ലാവരെയും അതിലോട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ഇന്നത്തെ വിഷയം മെന്റൽ പാരഡൈം എന്നുള്ളതാണ്. അതിനെ വളരെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കാണിച്ചത്. ചുച്ചയുടെ ഒരു പിക്ചർ കാണിച്ചു. അത് സാധാരണഗതിയിൽ നമ്മള് കുട്ടികളെ നമ്മുടെ കൂട്ടുള്ള ഒരു ജീവനാണ്, മറ്റു ജീവികളും ഉള്ള ഒരു ആശയം കുട്ടികളിൽ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ ശ്രീകല പറഞ്ഞ പോലെ ആ ഒരു പിക്ചർ കിട്ടുന്നത് പാലിന്റെ സോഴ്സ് ആയിട്ട് വരുന്നത് അത് നമ്മുടെ എഡ്യൂക്കേഷനിൽ കൂടെ വന്നതിനാണ്. ഇക്കണോമിക് ബോട്ടണി എന്ന് പറഞ്ഞിട്ട് നമ്മളെ സസ്യങ്ങളെ മുഴുവനും ചൂഷണം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ അതിനെ ജീവനായിട്ട് കാണാനുള്ള ഒരു ഇത് ഇല്ല, എഡ്യൂക്കേഷനിലില്ല. അതുപോലെ തന്നെ ഡയറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ക്രൂരതയുള്ള ഒരു ഏരിയയാണ്, ഏറ്റവും വലിയ ക്രൂരതയുള്ള. അപ്പൊ അത് നമ്മള് വീട്ടിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. കാരണം പശുവിനെ വളർത്തുന്നത് പാലിനാണ്. പാലിന്റെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അറക്കാൻ കൊടുക്കുക. ഇതൊരു കൾച്ചറായിട്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് മാറി വരുന്നോ എന്നൊന്നും അറിയില്ല. ഇപ്പോഴും ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. നമ്മളെ കാണാതെ നമ്മളത് വിൽക്കുക, വിറ്റ് കഴിഞ്ഞാൽ അത് പോറാവശ്യമായിട്ടാ പോകുന്നു എന്നുള്ളത് അതിനെപ്പറ്റി നമ്മൾ ബോധർ ചെയ്യാറില്ല. അപ്പം അതിന് നെക്സ്റ്റ് ആയിട്ടുള്ള കുറെ ട്രെൻഡ്സ് വരുന്നുണ്ട്. അത് എല്ലാവരും മനസ്സിലാക്കി എടുത്തിട്ടില്ല ഇതുവരെ. അതിലോട്ട് വരണമെന്നുള്ളൊരു ഇതുണ്ട്. അപ്പം ഡയറി ഇൻഡസ്ട്രിയെ തന്നെ ഇത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. അല്ലാതെ തന്നെ നമ്മളത് പാടില്ല. കാരണം പാല് മനുഷ്യന്റെ ആഹാരമല്ല എന്നുള്ളത് ആ കൾച്ചർ നമുക്ക് വന്നിട്ടില്ല. കാരണം സ്കൂളിൽ എന്താ പഠിപ്പിക്കുന്നത്? പാല് നമ്മുടെ ഏറ്റവും പോഷണമായിട്ടുള്ള ആഹാരമായിട്ടാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പാരഡൈം ആ സമയത്ത് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ പാരഡൈം മാറ്റേണ്ടത് വളരെ ആവശ്യമാണ്. ഇതുപോലുള്ള പലത് ഈ പറഞ്ഞ പോലെ എല്ലാത്തിലും ഇതിന്റെ ഇൻഫ്ലുവൻസ്, നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ട്. ആ പാരഡൈം മാറ്റുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. നമ്മളിവിടെ എത്ര ശ്രമിച്ചിട്ടും അതിനുള്ള ഒരു സപ്പോർട്ട് ശരിയായിട്ട് വരുന്നില്ല. കാലക്രമേണ വരിക. കാരണം അതിനെല്ലാത്തിനും ഒരു പ്രകൃതി അതിന്റെ ടൈം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ടൈമിന്റെ അനുസരിച്ചിട്ട് അതിന് പക്വപ്പെട്ട മനസ്സുകൾ വരുന്ന സമയത്ത് ഇത് കൂടുതൽ പ്രചാരത്തിലാകും. അപ്പൊ ആ ഒരു ചേഞ്ച് വരാൻ ഇരിക്കുന്നു എന്ന് മാത്രം. മണിയേട്ടന്റെ ജന്മദിനം ആഘോഷിക്കുന്നു. ഇതുമായിട്ട് അത് ചേർത്ത് അത് വന്നത് കൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ഇങ്ങോട്ട് കൂടുതൽ ചിന്തിച്ചില്ല. അപ്പം
മണിയേട്ടനെ എനിക്ക് പല പല പ്രാവശ്യമായിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, പല ഉപദേശങ്ങളും കിട്ടിയിട്ടുണ്ട്. അത് ലാസ്റ്റിൽ എനിക്ക് ബ്രഹ്മോപദേശവും കിട്ടിയതാണ്. അപ്പൊ ആ ഒരു ഇതിൽ ദീക്ഷ കിട്ടി എനിക്കൊരു അതിനൊരു വളരെ സംതൃപ്തിയുണ്ട്. അപ്പൊ ആ ഒരു ഇതിലും ഞാൻ വളരെ ഇതായിട്ട് കരുതുന്നു. എന്റെ ഗുരുവായിട്ട് തന്നെ ഗുരുവിന്റെ ഗുരു എന്നുള്ള രീതിയിൽ തന്നെ കണക്കാക്കുന്നു. സന്തോഷ് ഫസ്റ്റ് ഗുരു, അതിന് മുമ്പ് മണിയേട്ടൻ ഗുരു ഉണ്ട്. അപ്പൊ സോഴ്സ് ഒറിജിനൽ സോഴ്സ് മണിയേട്ടനാന്നുള്ളത് അത് വളരെ സംതൃപ്തിയുണ്ട്. അതിന്റെ ആയിട്ടുള്ള നന്ദി അറിയിക്കുന്നു. അപ്പൊ ആ ആത്മത്തിനെ ഓർക്കാനുള്ള ഒരു അവസരമായി ഇത് വന്നു. അപ്പൊ നന്നായിട്ട് ഒരു നല്ലൊരു ഫീലിംഗ് ആണ് മണിയേട്ടനെ കൂടെ ഇതിന്റെ കൂടെ ചേർക്കാൻ കഴിഞ്ഞു. എന്റെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് അവിടുന്ന് തുടങ്ങിയതിൽ വളരെ സംതൃപ്തിയുണ്ട്. താങ്ക് യു. നമസ്കാരം. അപ്പൊ നമുക്ക് നിരൂപണങ്ങള് ഇനി ഇവിടെ ഉണ്ടായിരുന്ന വേദിയിലിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ സഭയിലുള്ള ആളുകളുമായിട്ട് ചേർന്ന് സംസാരിക്കാം. അപ്പോ ഇനിയുള്ള നിരൂപണങ്ങൾ എന്ന് വെച്ചാൽ ഈ പരിപാടികൾ മാത്രമല്ല, ഇന്നത്തെ മൊത്തം പ്രാക്ടീസിന്റെ ഒരു നിരൂപണം കൂടി ആയിട്ട് മാറ്റാമെന്ന് വിചാരിക്കുന്നു. അപ്പോ നമുക്ക് അവിടുന്ന് അതിന് മൈക്ക് ഓൺ ചെയ്യണം. ഇതിന്റെ മൈക്ക് ഓൺ ചെയ്യണം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കംപ്ലീറ്റ് ഒരു പ്രഭാത അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോ രാവിലത്തെ പ്രകൃതി വന്ദനം ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു കംപ്ലീറ്റ് ഒരു എനർജി ട്രാൻസ്ഫർ തന്നെ ഫീൽ ചെയ്യുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് കൈവച്ചൊക്കെ ചെയ്യുന്നത്. അത് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഒരു പ്രാവശ്യം റൂമിൽ ഓൺലൈനിൽ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ പിന്നെ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ചെയ്ത് ചെയ്യുന്നത് ഇപ്പോഴാണ്. അതിന്റെ ഒരു പ്രോപ്പർ ഫീലിംഗ് കിട്ടിയത് ഇപ്പോഴാണ്. ഇതുവരെ ചെയ്തപ്പോ ഇത്ര ഒരു എഫക്റ്റ് എനിക്ക് ഉണ്ടായിട്ടില്ല. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പാരന്റ് കുട്ടികളുടെ അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പാരന്റ്സ് ആയാലും ഗവൺമെന്റ്സ് ആയാലും ഒരു കുട്ടി വളരുന്നതിന് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ആ വളരുന്ന സമയത്തുള്ള പാരഡൈം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് നമ്മൾ ചെയ്ത ഇന്നലെ നമ്മൾ ചെയ്ത അല്ല മരത്തിനോട് കാണിച്ചൊരു മാപ്പ് ചോദിക്കുക. നമ്മൾ ചെയ്തൊരു തെറ്റിന് ഫസ്റ്റ് തന്നെ നമ്മൾ അതിനോട് ഒരു മാപ്പ് ചോദിക്കുന്ന രീതി വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രകൃതി വന്ദനോ അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു എനർജി നമ്മളിലേക്ക് എത്തുന്ന ഒരു ഫീലിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ടൊരു ഇതിലിരിക്കുന്നത് ഇന്ന് തന്നെയാണ്. ഇതുവരെ ഇങ്ങനെ മുമ്പ് ക്ലാസ്സിൽ ഇങ്ങനെ കയറിയിട്ടുണ്ടെങ്കിലും ഒരു പൂർണ്ണത ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റാണ്. പിന്നെ ഇന്നത്തെ ടോപ്പിക്കില് കുറെ അറിവുകള്, കുറെ മനസ്സിലാക്കലുകൾ, ഇങ്ങനത്തൊക്കെ വന്നിട്ടുള്ള കുറെ തെറ്റുകളൊക്കെ തിരിച്ചറിവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു ക്ലാസ്സിലൂടെ. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് അധികം നാളുകൾക്ക് ശേഷമാണ് വീണ്ടും പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ രാവിലത്തെ മെഡിറ്റേഷനും
കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. രാവിലെ നമ്മളവിടെ സൂഫി മെഡിറ്റേഷനൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതിലെല്ലാം വളരെ നന്നായിട്ട് അതിൽ മുഴുകാൻ പറ്റി. നല്ലൊരു എനർജി ഫീലിംഗ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് മണിയേട്ടൻ്റെ 54ാമത്തെ നാളായിരുന്നു. അപ്പം മണിയേട്ടനായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരുവിൻ്റെ ഗുരു എന്നുള്ള നിലയ്ക്കാണ് മണിയേട്ടനെ പരിചയപ്പെടുന്നത്. ഏട്ടനാണ് മണിയേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത്. പിന്നെ ഒരിക്കലും മണിയേട്ടനൊപ്പം പളനിയിലൊരു ആശ്രമത്തിൽ യാത്ര ചെയ്യാൻ പറ്റിയ ഏട്ടനൊപ്പം. അപ്പോൾ അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. വല്ലാത്തൊരു സേഫ്റ്റി ഫീലിംഗ് ആയിരുന്നു. നല്ല അനുഭവങ്ങളാണ് ഇവരുടെ ഒപ്പം ഉണ്ടായിട്ടുള്ളത്. രാവിലത്തെ ആ ഒരു മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല അനുഭവം തന്നിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ സുഭാഷിതം ഇന്ന് 1000 ദിവസം തികഞ്ഞത് ഡേ ആണ്. അതില് നമ്മൾക്കൊക്കെ രാവിലെ ജസ്റ്റ് ലിങ്കിൽ അങ്ങോട്ട് കയറിയാൽ മതി. പക്ഷെ അതിന്റെ പിന്നില് സ്ഥിരമായിട്ട് ഒരു ദിവസം പോലും വിടാതെ ഓടിക്കണമെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകള് നമ്മൾക്കറിയില്ല, അതിന്റെ പിന്നിലുള്ളവർക്ക് അറിയില്ല. അപ്പോ അങ്ങനെ തന്നെ ആ രൂപത്തില് ആ വിഷയങ്ങളിലൂടെ നടത്താൻ കഴിഞ്ഞത് സന്തോഷം. അതില് സന്തോഷത്തിനോട്ടോ ഗുരു എന്ന നിലയ്ക്ക് സന്തോഷത്തോടെ വളരെ കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അതിന്റെ കൂടെ പിന്നെ വർഗീസേട്ടനാണ് അതിന്റെ കൂടെ എല്ലാ സമയവും ഉണ്ടാവാറ്. ഒരാള് കൂടെ ഉണ്ടാവുന്ന സമയത്ത് ഇത് എന്തെങ്കിലുമൊക്കെ കുറച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. നമ്മളൊക്കെ പലതും ചിലപ്പോൾ വേണ്ടെന്നുള്ള രൂപത്തിൽ വിട്ടാലും അതിന്റെ കൂടെ വർഗീസേട്ടനാണ് എല്ലാ സമയത്തും ഉണ്ടാവാറ്. അപ്പോൾ ആ സുഭാഷിതം 1000 ദിവസം കംപ്ലീറ്റ് ചെയ്ത് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത്തരത്തില് നമ്മള് ആഴപ്രകൃതി വിഷയങ്ങൾ ഡീൽ ചെയ്യുന്ന സമയത്ത് ഇന്ന് 1000ാമത്തെ ദിവസം നമ്മൾ സംസാരിച്ചത് പിന്നെ കുട്ടികളെ പറ്റിയാണ്. അത്രയും അടിസ്ഥാനപരമായ ആ ഒരു സിമ്പിൾ കാര്യമാണ് ഇന്ന് സംസാരിച്ചത്. എന്താണ് കുട്ടികളെ എങ്ങനെ വളർത്തണം, അതായത് പ്രകൃതിയുടെ തനത് ആ അവസ്ഥയെ പറ്റിയാണ് നമ്മൾ എല്ലാവരിലേക്കും ആ രൂപത്തിലുള്ള മെസ്സേജ് തന്നത്. എത്ര തന്നെ ഡീപ്പായി പോയാലും ഇതാണ് ഇതിന്റെ അടിസ്ഥാനം എന്നുള്ള ഒരു ബോധമാണ് നമ്മളിലേക്ക് ഇന്ന് പകർന്നു തന്നത്. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ നമ്മൾ സത്സംഗം സഹവാസം വിട്ടുന്ന പുതിയൊരു റിട്രീറ്റ് എന്നുള്ള രൂപത്തിലായിരുന്നു ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല എനർജൈസ്ഡ് പ്രോഗ്രാമാണ്. മെമ്പേഴ്സ് മാത്രമായിരുന്നു, എന്നാൽ കൂടി അത് നല്ല രൂപത്തിലുള്ള പരിപാടികളായിരുന്നു. രാവിലത്തെ മെഡിറ്റേഷൻസ് അത് ആദ്യമായിട്ടാണ് പങ്കെടുത്തത്. പിന്നെ അത് നല്ല ഫീലിംഗ് ആയിരുന്നു ആ മെഡിറ്റേഷന്. എന്തായാലും ഈ സുഭാഷിതവും അതുപോലെ തന്നെ ഈ വിവരങ്ങളും നമ്മളുടെ മുന്നിലുള്ള സമയത്ത് നമുക്ക് ഒരു വർഗീസേട്ടൻ പറഞ്ഞ പോലെ രാവിലത്തെ ആ ഒരു എനർജി അതിലൂടെ നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു ഫ്ലോ ആണ്. കുറച്ച് ദിവസം ഞാൻ ഈ സുഭാഷിതം വിട്ടുന്ന സമയത്ത് പനി കൊണ്ടാണ്, എന്നാലും ആ ഫ്ലോ നമ്മൾ നടന്ന് വിട്ടുപോവാണ്. ജീവിതത്തിൽ ഒരു ഒഴുക്കില് പോവാൻ നമുക്ക് കഴിയും. സന്തോഷന്റെ കൂടെയും ഇവരെ ഈ കമ്മ്യൂണിറ്റിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് നേരത്തെ ശരത്തേട്ടൻ പറഞ്ഞ പോലെ ആ ഒരു സേഫ്റ്റി ഫീലിംഗ്, നമ്മളുടെ ഉള്ളില് ഉള്ള ഒരു സേഫ്റ്റി ഫീലിംഗ്, നമുക്ക് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ നമുക്കൊരു കൂട്ടിപ്പിടിക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ള ഫീലിംഗ് ആണ് എപ്പോഴും ഇതില് നിലനിർത്താനും ഇതിന്റെ കൂടെ നിൽക്കാനും നമുക്ക് തോന്നുന്നത്.
അപ്പൊ എല്ലാത്തിനും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഈ 1000-ാമത്തെ എപ്പിസോഡില് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഉള്ള അതിയായ സന്തോഷം ഞാനിവിടെ പങ്കുവെക്കുകയാണ്. അതില് തെരഞ്ഞെടുത്ത വിഷയം നന്മയെ കുറിച്ചാണ്, സ്നേഹത്തെ കുറിച്ചാണ്. സഹജീവികളോടുള്ള അഗാധമായ ഒരു പ്രണയത്തെ സംബന്ധിച്ചാണ് സന്തോഷ് ജി ഇവിടെ സൂചിപ്പിച്ചത്. സന്തോഷിന്റെ ജീവിതം തന്നെ ഈ പ്രകൃതിയായിട്ട്, ഈ പ്രകൃതിയും മനുഷ്യനും ജീവികളും തമ്മിലുള്ള ഒരു പൊക്കിൾക്കൊടി ബന്ധമുണ്ട്. ആ ബന്ധം തിരിച്ചറിയുകയും ഈ പ്രപഞ്ചത്തിലാകെ തന്നെ അതിന്റെ ഒരു ശക്തി പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ആണ് പുള്ളിയുടെ ഒരു ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത്. അതിന് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും, എല്ലാ ജീവികളെയും, എല്ലാ നന്മകളെയും ഞാൻ ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് എന്റെയും കൂടി നാട്ടുകാരനാണ് എനിക്ക് പ്രിയപ്പെട്ട മണിയാട്ടൻ. ഇന്ന് ഞാൻ മണിയാട്ടന്റെ അവിടെ പോണ്ട ദിവസമായിരുന്നു. അദ്ദേഹത്തിന് സാധാരണ എല്ലാ ഗുരുക്കന്മാരെയും നമ്മൾ ഗുരു എന്നൊക്കെയാണ് പറയാറ്. പക്ഷെ ഏട്ടൻ ഗുരുവാകുന്നത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തിൽ ആദ്യമാണ് ഏട്ടൻ ഗുരുവാകുന്നത്. അത് എന്റെ നാട്ടുകാരനായ മണിയാട്ടനാണ് എന്നുള്ളതിൽ എനിക്ക് അങ്ങേയറ്റം അഭിമാനമുണ്ട്. കാരണം ഈ നാട്ടില് സ്വദേശത്തും വിദേശത്തുമുള്ള നിരവധി പ്രതിഭകളെ വാർത്തെടുക്കാൻ മണിയാട്ടന് കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിൾ, ലളിതമാണ് ജീവിതം. അദ്ദേഹത്തിന്റെ വർത്തമാന രീതി, ഞങ്ങളുടെ നാട്ടിൻപുറത്തിൽ പാലക്കാടൻ ഭാഷ എന്ന് പറയുന്നത് എനിക്ക് പോലും ആ ഭാഷ കിട്ടില്ല. ഞാൻ എന്റെ ഭാഷ മറന്നുപോയിരിക്കും. പക്ഷെ മണിയാട്ടന് എപ്പോഴും ആ പാലക്കാടിന്റെ, എന്റെ നാട്ടിന്റെ ആ നന്മയും ആ ഭാഷയും അങ്ങനെ ജീവിച്ചു വന്നൊരു വലിയൊരു മഹാനാണ്. അത് അദ്ദേഹം ഒരുപക്ഷെ വെളയോടിയിലായത് കൊണ്ടായിരിക്കാം ഇങ്ങനെയായത്. വേറൊരു സംസ്ഥാനത്ത്, വേറൊരു ഭാഗത്താണെങ്കിൽ അദ്ദേഹം പിന്നെ ഇതിനേക്കാളേറെ വലിയൊരു നിലയിലെത്തേണ്ട ഒരു മനുഷ്യനാണ്. നല്ല ജീവിതം പഠിപ്പിക്കാൻ, നല്ലൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ, ശരീരത്തിനും മനസ്സിനും നന്മ വരുത്തുന്ന ആരോഗ്യപരമായ ഒരു ജീവിതം വാർത്തെടുക്കാൻ ഞങ്ങളുടെ നാട്ടിൻ പുറത്ത് യോഗ കൊണ്ടുവരികയും, യോഗ ഇന്ന് വലിയൊരു ബിസിനസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ലോകത്താകെ തന്നെ. അങ്ങനെ യോഗ ഒരു ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ മാറുന്നെങ്കിലും, പക്ഷെ മണിയേട്ടൻ യോഗയെ ജീവിതമായിട്ട് ഒരു പ്രതിഫലവും വാങ്ങാതെയായിരുന്നു യോഗ അവിടെ എവിടെയും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും മണിയേട്ടന്റെ മക്കളും അത് പിന്തുടരും, മകന് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ നല്ല രീതിയിൽ തന്നെ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് മണിയേട്ടന്റെ പിന്നെ അവസാന കാലഘട്ട നിമിഷങ്ങളിലൊക്കെ തന്നെ എനിക്ക് ആ സമയത്തൊക്കെ ആ ദിവസം എനിക്ക് പറ്റിയില്ലെങ്കിൽ അതിന് മുന്നുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ എനിക്ക് മണിയേട്ടനായിട്ട് സംവദിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ അധികാരത്തോടെ മണിയേട്ടൻ എല്ലാവരും മക്കളാണ്. ഞാൻ മണിയേട്ടനെ കുറിച്ച് ഒരുപാട് പറയുന്നു, എനിക്കത് അത്ര ഫീൽ ആയതുകൊണ്ട്. മണിയേട്ടൻ എല്ലാവരും മക്കളായിട്ടാണ് കാണുന്നത്. എന്നെയൊക്കെ കാണുന്നത്, പിന്നെ ബാലനെ കാണുന്നത്, ബാലകൃഷ്ണനെ കാണുന്നത് അതേപോലെ തന്നെയാണ്, ബാലചന്ദ്രമണിയെ കാണുന്നത് അതേപോലെ തന്നെയാണ് എന്നെയും കണ്ടുകൊണ്ട് സംസാരിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മകള് ഓർമ്മിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, അദ്ദേഹത്തോടുള്ള സ്നേഹം, അഗാധമായ സ്നേഹം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. അതുപോലെ തന്നെ രാവിലത്തുള്ള സെഷനിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ചയോഗയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നു. നേരത്തെ ഞാൻ ഗുരുകുലത്ത് അവിടെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇതിൽ അറ്റൻഡ് ചെയ്തതായിരുന്നു. അതിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആയി ഒരു അവസ്ഥയിൽ എനിക്കിത് തോന്നി. തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ, ഒരു പ്രവർത്തനം, വളരെ എഫക്റ്റീവായ ഒരു പ്രവർത്തനമാണ് ഈ നമ്മൾ ചെയ്ത ചയോഗ എന്ന് എനിക്ക് അനുഭവം കൊണ്ട്. ഞാൻ ഗുരുകുലത്തിൽ അന്നുണ്ടാവും ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഫീൽ ചെയ്തിരുന്നില്ല. പക്ഷെ ഇവിടെ എനിക്കത് അങ്ങനെ ഫീൽ ചെയ്തു. കാരണം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കുന്ന
ഒരു പ്രവർത്തനമാണ്. ഇത് ഒരു ദിവസത്തേക്കുള്ള അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള ഒരു എനർജി നമുക്ക് ഇതിലൂടെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് എനിക്ക് വളരെയേറെ എന്റെ എന്താ വെച്ച് കഴിഞ്ഞാല് ഇതില് നന്മയെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സന്തോഷ് ജിയുടെ ആ ഒരു നരേഷൻ ഉണ്ടായിരുന്നല്ലോ, അത് നന്മയെ കുറിച്ചാണ് മൊത്തം പറഞ്ഞുകൊണ്ടിരുന്നത്. സ്നേഹത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരുന്നു. അത് എല്ലാവരെയും സ്നേഹിക്കാനുള്ളൂ, അത് നമ്മളെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നാം എന്ന് പറയുന്നത് നന്മയാണെന്നും നമ്മളൊരു ബോധമാണെന്നും അത് ഞാനാവുന്നു എന്നുള്ള ആ വലിയൊരു തിരിച്ചറിവ് അത് എപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. അങ്ങനെ ഓർമ്മിക്കാൻ ഇത്തരം പ്രാക്ടീസുകൾ നമുക്ക് ഉപകരിക്കും എന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത്തരം വലിയൊരു അവസരം, വലിയൊരു അനുഭവം എനിക്ക് ഉണ്ടാക്കി തന്ന സന്തോഷ് ജിയോടുള്ള സ്നേഹം ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുക. മറ്റൊന്ന് എനിക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യം, ഞാൻ ഈ വർഗീസ് സാറിനെ കുറിച്ച് സന്തോഷ് ജി പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടില്ല. പക്ഷേ സന്തോഷ് ജി പറയുമ്പോഴൊക്കെ എനിക്ക് തോന്നിയത് ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു ബേസ്മെന്റ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആണിവേരെന്ന് പറയുന്നത് വർഗീസ് ചേട്ടനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സന്തോഷ് ജിയുടെ വർത്തമാനത്തിലൂടെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. വർഗീസ് ചേട്ട ഒരുപാട് നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. നേരിൽ ഞാൻ കണ്ടിട്ടില്ല, എപ്പോഴും കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. രാവിലെ നല്ലതായിരുന്നു. പ്രകൃതി വന്ദനം ചെയ്തത് ശരിക്കും എനർജി കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ വേഗം വീണ് പോയി. അതൊന്നും ബാക്കി കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും മരത്തിനൊക്കെ നമ്മളെ തൊട്ടിട്ട് നമ്മൾ ചെയ്തില്ലേ, അതൊക്കെ ഭയങ്കര മരത്തിന്റെ ഒരു സ്നേഹം എന്തോന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സൂഫി പോലെ ചെയ്തത് അത് കയ്യിൽ വെയിറ്റ് എന്ന പോലെ തോന്നി. പിന്നെ നമ്മൾ അങ്ങനെ തല കറങ്ങി വീണപ്പം മണ്ണിൽ വീഴുമ്പോഴുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ശരിക്കും ബെഡിൽ കിടന്ന പോലെ തോന്നി. നല്ല സുഖമായിരുന്നു. മണ്ണിലാണ് അങ്ങനെ ഒരു ഇതൊന്നുമില്ല, നമ്മളിങ്ങനെ വീണ് കിടക്കണം അങ്ങനെയുള്ള ഇതൊന്നുമില്ല. പിന്നെ ഇവിടെ വന്ന് ബാക്കി കോർട്ടക്കാരൊക്കെ ചെയ്തു. വിശ്വവന്ദനം ചെയ്യാൻ പറ്റിയില്ല. പിന്നെ സുഭാഷിതത്തില് കേൾക്കുന്ന ക്ലാസ് നന്നായിരുന്നു. അത് ഞാൻ കേട്ടു ഇപ്രാവശ്യം. എനിക്കെല്ലാം കേൾക്കേണ്ട പോലത്തെ ക്ലാസ്, ഭയങ്കര സിമ്പിളായിട്ട് കുട്ടിക്ക് കൊടുക്കുന്ന പോലത്തെ ക്ലാസ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ കുട്ടികളെ എങ്ങനെ വളർത്തണം, അവരുടെ ചിന്തകൾ എങ്ങനെ ഏത് രീതിയിലാണ് വരുന്നതെന്നുള്ളതൊക്കെ മനസ്സിലായി. പിന്നെ മഞ്ഞപ്പൂപ്പൻ എനിക്ക് ഒരു പ്രാവശ്യം കാണാൻ പറ്റിയിട്ടുള്ളൂ, പെണ്ണിന്റെ മുന്നിലത്തെ നവംബറിൽ. നന്ദി. നമസ്കാരം. ഇന്ന് സുഭാഷിതത്തിന്റെ 1000 ദിവസങ്ങള്, ഇതിന്റെ സന്തോഷത്തിൽ സ്നേഹത്തിൽ എല്ലാവരും പങ്കുചേരുന്നു. ഇന്ന് ചെറിയ കുറച്ച് ഒരു ശാരീരിക ബുദ്ധിമുട്ടുകളോടുകൂടിയാണ് ഏറ്റത്. പക്ഷെ അത് വലിയൊരു ക്ഷീണത്തിലേക്ക് മാറിയിട്ടൊന്നുമില്ല. രാവിലെ തന്നെ നമ്മൾ ഇന്നലെ ചെയ്തൊരു ക്യാമ്പ് ഫയറിന്റെ ഒരു ചെറിയൊരു കാര്യത്തില് നമ്മുടെ വില്ലേജിന്റെ മുറ്റത്തുള്ള ഒരു മരത്തില് അതിന്റെ ആ ഒരു ചൂട് തട്ടിയ ഒരു അവസ്ഥക്ക് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ക്ഷമാപണം രീതിയിലാണ് തുടങ്ങിയത്. പിന്നെ സൂഫി മെഡിറ്റേഷനിലോട്ട് കടന്നു. നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി.
ഫസ്റ്റ് അനുഭവമാണ്, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എപ്പോഴും ഞാനെപ്പോഴും മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ആഗ്രഹിക്കുന്നത് ആ ഒരു ഭൂമിയായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന അവസ്ഥേന്റെ ആ ഒരു കൃത്യമായ വൈബ്രേഷൻ നിലനിർത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു അവസാന ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. പിന്നെ പ്രാക്ടീസുകൾ നന്നായിട്ട് ചെയ്യാൻ പറ്റി. പ്രവേശക ധ്യാനം ഇപ്പോൾ ഒരു 16 ദിവസത്തോളമായി ഏട്ടന്റെ ഗൈഡൻസിൽ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് കൃത്യമായിട്ട് രാത്രികളിൽ പ്രവേശക ധ്യാനം കേൾക്കാറുണ്ട്. അപ്പോൾ അതിന്റെ ആ ഒരു വൈബ്രേഷൻ കറക്റ്റ് നമുക്ക് ഇന്ന് ഈ സമയത്ത് കേട്ടപ്പോഴും ആ ഒരു വെന്യൂർ മ്യൂസിക്കിന്റെ ഒക്കെ എഫക്ട് നല്ലോണം ഉണ്ടായി. അപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരാൻ ഞാൻ കുറെ സമയം എടുക്കും. ഒരു കൃത്യമായ വൈബ്രേഷനുള്ള കൂടി ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതൊക്കെയാണ് ഇന്നത്തെ കാലത്തെ പ്രാക്ടീസസ് ഭാഷയുടെ ഭാഗത്തുള്ളത്. കൂടാതെ ഞാനും മണിയേട്ടൻ തന്നെയാണ് വിളിക്കാറ്. ഒരു വട്ടമാണ് കണ്ടത് നേരിട്ട്. അന്ന് കൂടെ കുറെ സമയം ചെലവഴിക്കാനും ഒരു വീട്ടുകൂടലിന് പോയതാണ്. അവിടുന്ന് മണിയേട്ടനൊപ്പം ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം നേരെ ആശ്രമത്തിലോട്ട് പോയി. അവിടുന്ന് ആശ്രമത്തിൽ നിന്ന് റോഡ് തൊട്ട് ആശ്രമം വരെ കൈപിടിച്ച് നടന്ന സമയത്ത് അവിടെ കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഓരോ അനുഭവങ്ങൾ സമാധിനെ പറ്റി പറഞ്ഞു. പിന്നെ അവിടെ എത്തി ഒരു അനുഗ്രഹം വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് തിരിച്ചിറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ 54ാം പിറന്നാളിന്റെ ഒരു ഭാഗത്തിൽ മണിയേട്ടന് ഒരുപാട് സ്നേഹം. പിന്നെ 1000ാമത്തെ സുഭാഷിതം കുട്ടികളുടെ ആ ഒരു പാരഡൈം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചു. അപ്പം ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന ആ ഒരു അവസ്ഥയിൽ ഒരു നിലവിളിയിലൂടെ പ്രപഞ്ചത്തിന്റെ ആ ഒരു താളത്തിലേക്ക് ശ്വാസം കൊണ്ട് ലയിച്ചു ചേരുന്ന ആ ഒരു തുടക്കം. അപ്പോൾ എവിടെ നമ്മൾ കുട്ടികളായിട്ട് തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നുള്ള ഒരു വളർച്ചാ ഘട്ടം. നമുക്ക് മുടി വളരുന്നു, താടി വളരുന്നു, നഖം വളരുന്നു. അതേപോലെ നമ്മൾ ഈ ഒരു എന്താ പറയാ കാലത്തിന്റെ ഒരു ചാക്രികമായ അവസ്ഥയിൽ നമ്മൾ കുട്ടികളല്ലാതായി മാറുന്നു എന്നുള്ളൊരു സങ്കല്പത്തിലൂടെയാണ് പോകുന്നത്. നമ്മളെല്ലാവരും കുട്ടികളാണ് ഏതവസ്ഥയിലും. അപ്പോ എൻ്റെ ആ ഒരു സുഭാഷിതത്തിലൂടെയുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കുട്ടികളായിട്ട് തന്നെ ഇരിക്കുകയാണ്. ആ ഒരു മൂല്യത്തിന്റെ എല്ലാ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ആ കുട്ടികളായിരിക്കുന്ന അവസ്ഥയിലൂടെ തന്നെ ജീവിതം മുഴുവൻ ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇന്ന് 1000 സുഭാഷിതങ്ങൾ പ്രഖ്യാപനമല്ല, അത് പിന്നെ പറയാനല്ല. 1000 സുഭാഷിതങ്ങൾ എന്ന് പറയുമ്പോ ഈ PSP ചെയ്ത് തുടങ്ങിയവർക്കൊക്കെ അറിയാം. 21 ദിവസം കറക്റ്റായിട്ട് പൂർണ്ണമായിട്ട് ചെയ്ത് മുഴുമിക്കാനുള്ള ഒരു എന്താ പറയാ ആ ടാസ്കും അതിന്റെ ഇടയിലുള്ളത് 1000 ദിവസമാണത്. അത് അതിനെന്താ പറയാ ആദ്യത്തിന് നമിച്ചു പോകും. അത് അതിനനുസരിച്ച് ധൈര്യത്തായിട്ട് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എന്താ പറയാ ഒരു അമാനുഷിക ഇതാണ് പുറമേ നിന്ന് നോക്കി കാണുമ്പോ 1000 ദിവസം എന്നൊക്കെ പറയുമ്പോ എന്തായാലും അത് നമ്മള് പേഴ്സണലി തന്നെ വല്ലാതെ ഒരു ഹോണ്ടിയിരിക്കുന്നു. 1000 ദിവസം ഒരു സാധനം അതെന്ന് ഞാനിപ്പോ ചിന്തിച്ചത് ഒരു 100 ദിവസമെങ്കിലും എന്തുകൊണ്ട് നമ്മള് കൂടെ സഹയാത്ര ചെയ്യുമ്പോൾ കഴിയില്ല എന്നുള്ളൊരു സ്വയം ചോദ്യത്തിൽ നിന്നാണ് ഒരു തീരുമാനത്തിലെത്തിയത്. അതൊരു സംഭവിക്കട്ടെ, പ്രകൃതിയെ അനുഗ്രഹിക്കട്ടെ. പിന്നെ പ്രത്യേകിച്ച് പറയാൻ പ്രോഗ്രാമുകളൊക്കെ
ഇവാലുവേഷൻ പറഞ്ഞു എല്ലാം വളരെ ഗംഭീരമായി. രാവിലത്തെ എണീറ്റിട്ട് ഇന്നലെ തന്നെ ഉറങ്ങുമ്പോൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു മിസ് ചെയ്യരുത്. അത് 5 മണിക്ക് എണീപ്പിച്ചോടെ എല്ലാം റെഡി ആയിട്ടിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ അങ്ങനെ വിട്ടുകൊടുത്ത എന്താ പേരിനോട് രാവിലത്തെ ഇത് അങ്ങനെ ഉണ്ടായത്. സിദ്ദിഖിന് ഒന്നും ഒരു ഇതുമില്ലാതെ എന്താണ് പറഞ്ഞ ആ ഒരു കേൾക്കുക മാത്രം ചെയ്യുക, കേൾക്കണ പോലെ നമ്മളന്ന് ആക്ട് എന്താ പറയാ അനുസരിക്കുക എന്നുള്ളത്. കേട്ടിട്ട് അത് ഉള്ളിലേക്ക് എടുത്തിട്ട് എന്താണ് അങ്ങനെ വിട്ടുകൊടുത്ത കുറച്ച് നിമിഷങ്ങളായിരുന്നു രാവിലെ നടന്നത്. എന്തോ അതാണ് നമ്മുടെ അതിൽ നിന്നൊരു ബോധ്യം ഉണ്ടായത്. നമ്മുടെ യുക്തിയും നമ്മുടെ ബുദ്ധി ഇതൊക്കെ കുറച്ച് നേരത്തേക്ക് നമ്മൾ മാറ്റുമ്പോൾ നമ്മൾ വേറൊരു തലത്തിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ ബോധ്യമുണ്ടത് പിന്നീടായിരിക്കും. ഇപ്പൊ ഏട്ടനിവിടെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഇന്നത്തെ സുഭാഷിതത്തിൽ. ഇന്നലെ അമല് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, മൂല്യവിചാരം. അതേപോലെ നമ്മളും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു 1000 ദിവസം തുടങ്ങണം, എന്തെന്നായിരിക്കും, എന്തായിരിക്കും വിഷയം എന്നുള്ള ഒരു സ്പാർക്ക് പോലെ വന്നു പോണ ഒരു ചോദ്യമാണ്. അത് കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങി. ഇനി അതങ്ങനെ അങ്ങനെ മുഴുവനായിട്ടൊരു പീക്കിലെത്തട്ടെ. വീണ്ടും കുട്ടികളിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. എല്ലാം ഇതിന്റെ തുടക്കവും. അപ്പൊ ഇനാമിന്റെ കുസൃതികളൊക്കെ കാണുമ്പോഴൊക്കെ എന്താ പറയാ മനസ്സ് നിറയുന്ന കാര്യങ്ങളല്ല. എല്ലാത്തിനും ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കാൻ പറ്റുന്നു ഇഴുകിച്ചേരാൻ പറ്റുന്നു എന്നുള്ളതാണ്. സാഹചര്യങ്ങളോട് ഇഴുകിച്ചേരാൻ പറ്റുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അനുഭവ വേദ്യമാവുന്നു യാത്രയിൽ. എല്ലാവരോടും ഏട്ടനോടും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. காலையில 6 இப்போ இங்க பார்த்தது எல்லாமே மலையாளம் தெரியாது, அது தெரிஞ்ச அளவுக்கு சிம்பிளா சொல்றேங்க. எல்லாமே நான் நல்லா இருந்துச்சு, ஃப்ரீயா இருந்துச்சு. எல்லாம் சொன்னது மாதிரி நல்லா இருந்துச்சு. பெருசா பேசுறதுக்கு இந்த 3 நாளா நடந்தது எல்லாம் நல்லா இருந்துச்சு. நான் வந்து அவ்வளோக்கா யாரு கூடயும் அட்டாச் ஆகும். இங்க வந்து கொஞ்சம் எல்லாரு கூடயும் பேச ஆரம்பிச்சேன். நல்லா இருந்துச்சு, இந்த ஃபீல் நல்லா இருந்துச்சு. நான் இந்த மாதிரி வந்தது இல்லை, வந்து இந்த மாதிரி எல்லாம் இருந்தது, இந்த மாதிரி இருந்ததுதான் நல்லா இருந்துச்சு. அவ்வளோ இருந்தா வசதி. സോറി, ഞാൻ രണ്ടാമതൊരു അവസരം ചോദിച്ചു വാങ്ങുവാണ്. കാരണം നേരത്തെ സംസാരിച്ചപ്പോൾ 1-2 കാര്യങ്ങളൂടെ സൂചിപ്പിക്കണം എന്ന് ഉണ്ടായിരുന്നു. അത് പിന്നീടാണ് എനിക്ക് തോന്നിയത്. ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ ഈ ക്യാമ്പിൽ ഞാനും പങ്കെടുക്കും എന്ന് വിശ്വസിച്ചിരുന്ന ഒരു അവസരമായിരുന്നു. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് പറ്റിയില്ല. പക്ഷെ അതിൽ വിഷമം നിൽക്കുന്നില്ല. കാരണം ഈ യാത്രയിൽ ചേരാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടും ഒരു ദൈവാനുഗ്രഹമായിട്ടും ഞാൻ കരുതുന്നുണ്ട്. കാരണം നമ്മളും ആഗ്രഹിച്ച ഒരു കൂട്ടായ്മയാണിത്. ഈ യാത്രയില് ഇത്രയും എത്തിച്ചേർന്ന നിങ്ങള്, കാരണം നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും ഒക്കെ നമുക്ക് ഒരുപാട് സഹായകമായിട്ട് അനുഭവിക്കുന്നുണ്ട് ഇപ്പോ. കൂടുതൽ മുന്നോട്ടും ഇങ്ങനെ ഒരു വഴിത്താര ഉണ്ട് എന്നുള്ള ഒരു പ്രത്യാശ വളരെ സന്തോഷം തരുന്നുണ്ട്. അപ്പൊ കൂടുതൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോ പൊന്നി എന്നെ സമാധാനിപ്പിച്ചു. എന്നോട് പറഞ്ഞു, സാരമില്ല, എല്ലാ മാസവും ഉണ്ടല്ലോ ചേച്ചി. അതെനിക്ക് വളരെ ഒരു സന്തോഷം ആയിട്ടുള്ള ഒരു ആശ്വാസ വാക്കായിരുന്നു. അപ്പോ കുട്ടികളുടെ പാരഡൈമിനെ പറ്റി ഞാൻ പറഞ്ഞു, നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു കൊച്ചു
മോളുണ്ട്. 2.25 വയസ്സുള്ള കുഞ്ഞു മോളുണ്ട്. അവൾക്ക് നമ്മുടെ ഇത്രയും ജീവിതാനുഭവം വെച്ച് അവൾക്ക് ഭാവിയിൽ, അത് ആരും ആയിക്കോട്ടെ, ഇപ്പൊ നമ്മുടെ കുട്ടി എന്നുള്ളത് മാത്രമല്ല, കുട്ടികളെ എല്ലാവരെയും നമ്മുടെ സ്വന്തമായിട്ട് തന്നെ കരുതുന്നു. പക്ഷെ നമ്മുടെ കൈവശം വന്നു ചേർന്നിരിക്കുന്ന ഈ കുട്ടിയെ നമുക്കൊന്ന് അവളെ ലോകത്തിന് ഉപകാരം നൽകുന്ന ഒരു വ്യക്തിത്വമായിട്ട് വികസിപ്പിക്കാൻ നമുക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ പ്രകൃതി തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടണം എന്നൊരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോ അതിനൊക്കെ വേണ്ടിയുള്ള ഒരു ദൈവത്തിന്റെ ഒരു നിയോഗമായിട്ട് ഞാൻ ഇത് കാണുന്നു. അപ്പോ അതിലും വേണ്ട സഹായങ്ങള്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, നിങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോട്ടെ എന്നുള്ള പ്രാർത്ഥന ഇന്ന് സമർപ്പിക്കുന്നു. കാരണം സന്തോഷിയുടെ ഗുരുവിന്റെ, അതായത് നമ്മളെയും കണക്ട് ചെയ്ത് വരുമ്പോൾ ഇതിൽ ചേരുന്ന എല്ലാവരുടെയും ഗുരുസ്ഥാനീയനാണ്. ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് എനിക്ക് കാണാൻ ഭാഗ്യമുണ്ടായില്ല. ഞാൻ വന്നയിടയ്ക്ക് കേട്ടിരുന്നു ഇങ്ങനെ ഒരാളിനെ പറ്റി, പക്ഷെ കാണാൻ പറ്റിയില്ല. അപ്പൊ ഗുരുവിന് വന്ദനം, പ്രണാമം അർപ്പിക്കുന്നു. ഗുരുവിന്റെ പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കാൻ കൂടെ ആ ഒരു വാക്കുകൂടെ പറയണം, ഞാൻ വിട്ടുപോയതാണല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ വീണ്ടും വന്നത്. അപ്പോൾ പങ്കെടുക്കുന്ന എല്ലാ ആൾക്കാരെയും സഹോദര സ്ഥാനത്ത് കണ്ടുകൊണ്ട് എല്ലാവർക്കും നന്മയും ആശംസയും നേരുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 1000ാമത്തെ ദിവസ സത്സംഗം. 1000 ദിവസമായിട്ട് ഈ സത്സംഗം അങ്ങനെ തുടർന്നു പോകുന്നു. ഞാൻ ഗുരുകുലത്തിലെ എത്തിയ സമയത്താണ് ഇത് തുടങ്ങിയത്. ഞാൻ വന്നിട്ട് 3.5 കൊല്ലമായി. അപ്പോഴാണ് തുടങ്ങുന്നത് ദിവസവും രാവിലെ സുഭാഷിതം എന്ന്. പിന്നെ രാവിലെ ഒരു ചെറിയ ചെറിയ വ്യായാമങ്ങളും പിന്നെ സുഭാഷിതമായിരുന്നു. പിന്നീട് അത് പെർമനന്റ് ആയി കോട്ടയക്കാർവും പിന്നെ ചയോഗസ വിശ്വവന്ദനം അത് ചേർന്നു. അപ്പൊ അങ്ങനെ ഒരു രൂപത്തിൽ ഇത്രയും കാലം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിലൂടെ പലരും അവരവരുടെ ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി, മനസ്സിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദിവസവും ഇത് ചെയ്യാൻ കഴിയുന്നില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് കയറി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു മാസമായിട്ട് തുടർന്ന് സുഭാഷിതത്തിലേക്ക് കയറാൻ പറ്റുന്നുണ്ട്. ഭാഷ ആയതുകൊണ്ട് മനസ്സിലായില്ലെങ്കിലും, വേറെ ഭാഷയല്ലേ, അത് മനസ്സിലായില്ലെങ്കിലും കുറെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ വീഡിയോ കാണാറുണ്ട്. അതുകൊണ്ട് ചിലതൊക്കെ മനസ്സിലാവും, ചിലതൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കൂടുതൽ ഇതിലെ ഇറങ്ങി പഠിച്ച് ഇതിലെ തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളിലുണ്ട്. പിന്നെ ഇന്ന് വേറൊരു വിഷയം, മഹാ സദ്ഗുരു ബ്രഹ്മശ്രീ മണിസ്വാമികളുടെ പിറന്നനാൾ ഇന്ന്. അപ്പോ ഏത് മഹാ സദ്ഗുരുവും ഒരു ഗുരു നമ്മളിലേക്ക് എങ്ങനെയാണോ പോകേണ്ടത് എന്ന വഴി കാണിച്ചു തരുന്നത് പല രീതിയിലായിരിക്കാം, പല വഴികളിലായിരിക്കാം. ചിലർ ശാന്തമായിട്ട് പെരുമാറും, ചിലർ ശക്തമായിട്ട് പെരുമാറും, ചിലർ അടിക്കും. ഗുരുമാർഗിലൊക്കെ എല്ലാവരും നമ്മളെ നല്ല വഴിയിൽ പോകണം, അവരെ ഉണരണം എന്നതിനു വേണ്ടിയാണ് നമുക്ക് ആ കൊട്ടുകളൊക്കെ തരുന്നത്. അപ്പോ ഈ മഹാസദ്ഗുരു മണിസ്വാമികളുടെ അടുത്തിരുന്ന് വാങ്ങിയ കൊട്ടുകൾ, ആ വാക്കുകൾ, ആ ശബ്ദം ഇന്നത് ഓർക്കുന്നത് ഒരു നല്ല അനുഭവമായിട്ട് തോന്നുന്നു. പിന്നെ എന്റെ മഹാഗുരു സന്തോഷ് ഒളിമ്പസ്, അദ്ദേഹത്തിന് എനിക്ക് തന്ന ആ വലിയ ഗുരുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഒരു നല്ല ചിരിപ്പുണ്ട് അങ്ങനെ ഒരു മൂപ്പര് ഉള്ളിൽ കൊണ്ടുവരുമ്പോ. സിദ്ധസാധനകളിലൂടെ ഇത്ര കാലം എത്രയോ ആൾക്കാരെ, എത്രയോ ശിഷ്യരെ കടത്തിവിട്ട്
ഇന്ന് മഹാസമാധിയായി ഇരിക്കുന്ന മണിയപ്പൂപ്പൻ ഓർക്കുമ്പോ ഒരു കരച്ചൽ ഉള്ളിലിരുന്ന് വരുന്നുണ്ട്. അപ്പോ കൃത്യം 30 ദിവസത്തിന് മുൻപ്, അതായത് നവംബർ 10-നാണ് മഹാസമാധി ആയത്. അപ്പോ 30 ദിവസത്തിന് ശേഷമാണ് മണിയപ്പൂപ്പന്റെ ബർത്ത്ഡേ. അപ്പോ വളരെ സുഖമായിട്ട് സന്തോഷമായിട്ട് അത് നമ്മൾ ആഘോഷിച്ചു, മഹാസമാധിയെയും ബർത്ത്ഡേയെയും. ഇന്നും അതേപോലെ ഈ കഴിഞ്ഞ മാസം നമ്മൾ അവിടെ പോയി ജപിച്ചിരുന്നു. ഇന്ന് 10-ാം തീയതി മണിയപ്പൂപ്പന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ ഇന്ന് എപ്പോഴും ആലോചിച്ചതാ അവിടെ ഇപ്പോൾ ഇരിക്കുന്ന അടുക്കളയെ ജപമുറിയായിട്ട് മാറ്റണം എന്ന്. അവിടെ പശുത്തൊഴുത്തായിരുന്നു, പശുക്കളെ വേറെ സ്ഥലത്ത് മാറ്റിട്ട് ജപമുറിയാക്കി മാറ്റണം എന്നാണ്. കാലാവസ്ഥയും നമ്മൾക്കത് പറ്റാത്തതും കൊണ്ട് ഇപ്പോൾ അത് അടുക്കളയായിട്ട് മാറി നിൽക്കുന്നു. ഇനി കുറച്ചും കൂടി പോയാൽ ഇവിടെ ഒരു അടുക്കള സെപ്പറേറ്റ് ആക്കും, അത് ജപമുറിയാക്കും എന്ന രീതിയിലാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്. ഇന്ന് ജപിക്കണം എന്നത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു, ഇവിടെ വെച്ച് ജപിക്കണം എന്നത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇന്ന് വൈകിട്ട് നമ്മൾ ഉപദേശം എടുത്തവർ ജപിക്കും. അങ്ങനെ ഇന്നത്തെ പരിപാടി വളരെ നല്ലതായിരുന്നു. രാവിലെ വ്യായാമമൊക്കെ ചെയ്ത സമയത്ത് രാത്രി കിടക്കുന്നത് 12 മണിക്കായിരുന്നു, 12:30 ആയി. അപ്പോ എന്നാലും രാവിലെ എണീക്കുമോ എന്ന ഒരു സംശയം ഉണ്ടായിരുന്നു. എന്നാലും രാവിലെ 5 മണിക്ക് കൃത്യം എണീച്ചു. രാവിലെ പ്രഭാത വന്ദനം ചെയ്ത സമയത്ത്, പ്രകൃതി വന്ദനം ചെയ്ത സമയത്ത് പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഇന്നലെ ചെയ്തത് വേറെ ആയിരുന്നല്ലോ, അപ്പോ ഇന്നും അതേപോലെ ആയിരിക്കും എന്നതായിരുന്നു ഉള്ളിലുണ്ടായിരുന്നത്. പിന്നെ പുതിയ രീതിയിലായി ആ ഊർജം ശക്തമായിട്ട് വലിച്ച് അകത്തേക്ക് കയറ്റി അത് ലോഡായി അങ്ങനെ മയങ്ങി വീണു ഒക്കെ ചെയ്തത് ഞാൻ ശ്രദ്ധിച്ചതായിരുന്നു. എല്ലാവരും എന്നെ വീണുന്ന സമയത്ത് ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ കണ്ണ് തുറന്ന് നോക്കിയതായിരുന്നു. എന്താ എല്ലാവർക്കും ആ ഊർജം കിട്ടുന്നുണ്ട്, എനിക്ക് കിട്ടുന്നില്ല എന്നൊരു തോന്നലുണ്ടായപ്പോൾ ഞാൻ കണ്ണടച്ച് ഇറങ്ങിക്കൊണ്ടിരുന്നു. പിന്നെ ആ ഊർജം അകത്തേക്ക് കയറി അങ്ങനെ മയങ്ങി വീണ് അങ്ങനൊക്കെ സംഭവിച്ചു. എന്തായാലും സന്തോഷമായിരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് കാര്യങ്ങള് എല്ലാരും കൂടെ പറഞ്ഞ് കരയിപ്പിച്ചു എന്ന് പറയാ. ഈ ഗുരുക്കന്മാര് വരുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷവും സുരക്ഷത്തൊക്കെ, അവര് പോയി കഴിയുമ്പോ ഉള്ള ശൂന്യത. മണിയേട്ടന് ഏട്ടന്റെ ഗുരുവാണ്, പക്ഷെ അതിനു മുമ്പ് മണിയേട്ടനെ എനിക്കറിയുമായിരുന്നു. പരിചയപ്പെട്ട ശേഷം പിന്നെ ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് വന്നത്. മണിയേട്ടൻ ഇങ്ങോട്ടും അതെ, എനിക്ക് അങ്ങോട്ടും അതെ. അപ്പൊ ഭയങ്കര വാത്സല്യം കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഈ ശരീരം ഇല്ല എന്നൊക്കെ പറയുകയാണെങ്കിലും അതുള്ളപ്പോൾ ഒരു ഇത് വേറൊരു അനുഭവമാണ്. ഇന്ന് നമ്മുടെ ഈ 1000-ാം ദിവസത്തെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോ ഇതിനു മുമ്പ് ഞാൻ മണിയേട്ടനെ കുറിച്ച് എന്താണ് പറയാ, അതൊരു അനുഭവമാണ്. മണിയേട്ടൻ എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. ഒരുപാട് പേർക്ക് ഒരുപാട് തിരിച്ചറിവുകൾ കൊടുത്തൊരു മഹാ മനസ്സ്. അദ്ദേഹം കാലുകുത്തിയ ഭൂമിയാണിത്, അദ്ദേഹം തൊട്ടനുഗ്രഹിച്ച സ്ഥലമാണ്. ഇവിടെയാണ് ആ ജപമുറിയുടെ സ്ഥലത്തിരുന്നിട്ട് അദ്ദേഹം ജപിച്ചിട്ട്
ഇതുകൊണ്ട് മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞു. ആ പണി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എല്ലാവരും പറഞ്ഞ കാര്യത്തിന് മറുപടികൾ ഒക്കെ പലതും പറയാനുണ്ട്, പക്ഷെ ഇപ്പൊ ഒന്നും വരുന്നില്ല. പേഴ്സണലി ഓരോരുത്തരോട് പറയാൻ പറ്റുന്ന സമയത്തൊക്കെ പറയാം എന്ന് വിചാരിക്കും. എന്താണെങ്കിലും ഈ 1000 ദിവസത്തെ യാത്രയിൽ കൂടെ നിന്ന എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് 100% ഉറപ്പ് എന്റെ മാളു കാരണം. എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഞാനതിൽ സംസാരിച്ചു എന്നുള്ളതാണ്. അതിൽ സുഭാഷിതങ്ങളിൽ കുറച്ചെണ്ണം മാളു സംസാരിച്ചു. അപ്പോ ഇതിന്റെ ഹോസ്റ്റ്, ഇതിന്റെ ആതിഥേയ അല്ലെങ്കിൽ ഇത് അവതരിപ്പിക്കുന്നത്, പ്രക്ഷേപണം ചെയ്യുന്നത് മാളുവാണ്. അവൾ എവിടെ പോയിരിക്കുന്നു അവിടെ ചെയ്യും. ഇടയ്ക്ക് വാസനയ്ക്ക് 10 ദിവസം മാറി നിന്നപ്പോൾ മാത്രമാണ് മാളു അതിലില്ലായിരുന്നത്. ബാക്കി എവിടെയായിരുന്നപ്പോഴും പുള്ളി അതിനകത്തുള്ളൂ. അല്ലെങ്കിൽ ലോകത്തെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് മാളുവാണ്. അതിൽ ആ ചയോഗ സാധനയിൽ ആ പ്രോസസ് ചെയ്യുന്നത് പുള്ളിയാണ്. അതിൽ ഈ എന്റെ പ്രസന്റേഷന്റെ സമയം മാത്രമാണ് ഞാനത് ചെയ്യുന്നത്. ബാക്കി സമയം മുഴുവൻ മാളുവാണ് ചെയ്യാറുള്ളത്. സബ്ജക്ട് തീരുമാനിക്കുന്നത് ചിലപ്പോൾ ഞാനായിരിക്കും. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താനോ ഗൈഡ് ചെയ്യാനോ ശ്രമിക്കുന്നത് മാളുവാണ്. അങ്ങനെ ഈ 1000 ദിവസം അവതരിപ്പിച്ചതിന്റെ ഒരു 80% ക്രെഡിറ്റ് മാളുവിനാണ് പോകുന്നത്. പിന്നെ ഒരു 15% ക്രെഡിറ്റ് വർഗീസേട്ടനാണ്. മാളുവിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള ഇത് വരുന്ന സമയത്ത് അവിടെ വർഗീസേട്ടനാണ് ബാക്കിയുള്ളത് കൈകാര്യം ചെയ്തത്. പിന്നെ ഈ സംഭവം മുൻപോട്ട് പോകുന്നതിന് ഞാൻ നമ്മുടെ ഒളിമ്പിക്സിലെ എല്ലാ പരിപാടികളിലും ഞാൻ മുൻപോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എന്ന് ഇതിന് പ്രേക്ഷകരില്ലാതാകുന്നു അന്ന് നിർത്തുകയാണ്. അങ്ങനെയാണ് ഓപ്പൺ സെഷൻ നിർത്തിയത്. ഓപ്പൺ സെഷന് പിന്നീട് നമ്മൾ തുടങ്ങുന്ന സമയം കഴിഞ്ഞിട്ട് ഒരു 15-20 മിനിറ്റ് ആയിട്ട് ആള് വന്നു. പക്ഷെ അതല്ല, തുടങ്ങുന്ന സമയത്ത് ആളില്ലെങ്കിൽ നിർത്തുക എന്നുള്ളൊരു പരിപാടി ഞാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഓപ്പൺ സെഷൻ നിർത്തിയത്, കുട്ടികളുടെ ഭൂമി നിർത്തിയത്. ഓപ്പൺ സെഷനൊക്കെ നിർത്തിയപ്പോൾ ഒരുപാട് പേര് അതിന് വിഷമം പറഞ്ഞു. പക്ഷെ ഹാളില്ലാതെ ആർക്ക് വേണ്ടിയാണ് ഈ കാര്യം ചെയ്യുന്നത് എന്നുള്ള തോന്നലാണ്. അത് ഈ ഒരു നേരം ഒരു പ്രാവശ്യം ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് അതൊന്നും തോന്നില്ല. 10-42 വർഷമായിട്ട് അതുമാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ആർക്കും വേണ്ടി അല്ലാതെ ചെയ്തു വരുന്ന ചിലപ്പോഴൊക്കെ വിഷമം തോന്നും. ആ വിഷമത്തിന്റെ ഭാഗമായിട്ട് ആണ് പോകുന്നത്. പക്ഷെ ഈ പ്രഭാത സത്സംഗം എന്നുള്ള പരിപാടി നടന്നു പോകുന്നതിന്റെ കാരണം വർഗീസേട്ടൻ. ഇവിടെ എനിക്ക് വയ്യെങ്കിലും വർഗീസേട്ടൻ നടന്നിട്ടുള്ള പ്രാക്ടീസ്. ഞാൻ ഇന്നൊന്നും വേണ്ട എന്ന് വിചാരിച്ച വർഗീസേട്ടൻ അവിടെ വന്നിട്ടുണ്ടാക്കി എനിക്ക് വേറെ നിവൃത്തിയില്ല. അപ്പൊ എന്നെ ഡ്രൈവ് ചെയ്യുന്നു എന്നുള്ള സംഭവം വർഗീസേട്ടനോട് ചെയ്തിട്ടില്ല. എന്നെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ളതാണ് വേണേ പറയാം. അപ്പോ വർഗീസേട്ടന്റെ ആ ഒരു പ്രസൻസ് മാത്രമല്ല, വർഗീസേട്ടൻ അതിന് കൊടുക്കുന്ന സാക്ഷ്യമുണ്ടല്ലോ, അത് അദ്ദേഹത്തിന്റെ മനസ്സിനും ആരോഗ്യത്തിനും ആത്മത്തിനും മനസ്സിനും ശരീരത്തിനും ആത്മത്തിനും നൽകുന്ന ആ ഒരു ഉണർവ്, അതാണ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ. അത് കേൾക്കുമ്പോ നിർത്താൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. അപ്പൊ ഏതായാലും അങ്ങനെ പ്രേക്ഷകരില്ലാതെ ആകുന്ന ദിവസം വരെ ഇത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതിന്റെ വേറെ അടുത്ത പുലിമാരാണ് പൊന്നിയും ഓൺ ചെയ്തിട്ട് അപ്പുറത്തിരിക്കുമ്പോ എനിക്ക് അവള് പറയുന്നത് ഞാൻ കേൾക്കാനുണ്ട്, അപ്പോ നിവൃത്തിയില്ല എന്ന് പറയും. അപ്പോ ഇവര് രണ്ടുപേരും കൂടെയാണ് ഈ സാധനത്തെ കൊണ്ടുപോകുന്നത്. പിന്നെ പങ്കെടുത്ത എല്ലാവർക്കും അതിന് സന്തോഷം അറിയിക്കുന്നു. വിഷയങ്ങൾ പറയാൻ ഒരുപാടുണ്ട്. നമ്മുടെ വിഷയങ്ങളെല്ലാം തന്നെ വളരെ ഡെപ്തിലാണ് കിടക്കുന്നത്. ആ വിഷയങ്ങളെ കുറിച്ചൊക്കെ ഓരോന്നായിട്ട് പറയാം. പക്ഷെ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാനതിനെ ലഘൂകരിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ലഘൂകരണത്തിലൂടെ കാര്യങ്ങൾ എത്ര എത്തിക്കാൻ കഴിയുന്നു, പ്രദീപ് പറഞ്ഞതുപോലെ എത്ര എത്തിക്കാൻ കഴിയുമെന്നുള്ളത് നോക്കട്ടെ. പ്രദീപൊക്കെ ഈ 1000 എപ്പിസോഡ് തികയുന്ന ദിവസം ചില തീരുമാനങ്ങൾ എടുക്കുകയും അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവനത് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് ഞാനും അത് പറയുന്നില്ല. പക്ഷെ അതുപോലുള്ള സുധീരമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് വലിയ 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 കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ യാത്രയിൽ സഹയാത്രയ്ക്ക് കൂടെ നിൽക്കുന്ന എന്റെ കൂടെ നിൽക്കുന്ന മാളുവും വർഗീസേട്ടനും, പിന്നെ അതിന്റെ ഒപ്പം യാത്ര ചെയ്യുന്ന ബാക്കിയുള്ളവർ എല്ലാവർക്കും എന്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. എല്ലാവരും പറഞ്ഞു മണിയേട്ടന്റെ കാര്യം
വന്നപ്പോഴേ ഞാൻ മണിയേട്ടന്റെ ആശ്രമത്തിൽ ഇപ്പൊ അധികം പോകാറില്ല. അത് പറഞ്ഞു മണിയേട്ടൻ അവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് അത് നമുക്ക് അത് ഒന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു സമയം എടുക്കണമല്ലോ. അതുകൊണ്ട് അപ്പോ അതിലേക്ക് കൂടുതൽ എല്ലാരും ദർശനം കൂടി പറഞ്ഞപ്പോ പിന്നെ പിടിവിട്ടു. ഇന്ന് 1000ാമത്തെ ദിവസം എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ 1000 ദിവസമൊക്കെ കഴിഞ്ഞു. ഇത് എഡിറ്റ് ചെയ്ത് ഉള്ള വിഷയങ്ങളുടെ ആ ക്രമത്തില് 1000 ദിവസം എന്നുള്ളതാണ്. കാരണം ഏട്ടൻ 1 മാസം സുഖമില്ലാതെ അഡ്മിറ്റ് ആയ സമയത്ത് നമ്മൾ പഴയ സുഭാഷിതം ആവർത്തിച്ച് കേൾക്കാനുണ്ടായത്. അതുപോലെ ഇടയ്ക്ക് വയ്യാതാകുന്ന സമയത്തൊക്കെ നമ്മൾ പഴയ സുഭാഷിതം കേൾക്കുന്നുണ്ടായി. അപ്പൊ 1000 ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. എന്നാലും നമ്മൾ സാധന ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷെ വിഷയം നിങ്ങൾ പിന്നെ കൃത്യമായിട്ട് ആ വീഡിയോ ആയിട്ടുള്ളത്, യൂട്യൂബിലെ ആ വീഡിയോ ആയിട്ടുള്ളത് 1000 എന്നുള്ള നിലയ്ക്കാണ്. പിന്നെ ഒരുപാട് മാറ്റങ്ങൾ ഈ ജൈവ സാധന ചെയ്യാൻ തുടങ്ങിയ ശേഷം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ സ്റ്റെപ്സ് ഒക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്ന താളം, യുക്തി, ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് മനസ്സിലാക്കാൻ ഇത് സഹായിച്ചിട്ടുണ്ട്. എത്ര പേർക്ക്, അതായത് ഓരോരുത്തരുടെയും താളം നമുക്ക് നോക്കിയാൽ മനസ്സിലാകുന്ന തരത്തിലേക്ക് പഠിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ഇന്ന് പിന്നെ ഏട്ടൻ പറഞ്ഞതുപോലെ വർഗീസേട്ടൻ ഇപ്പൊ ഞാനുണ്ട് എന്നുള്ളത് ഇരിക്കട്ടെ, അത് ഞങ്ങൾ ഒരുമിച്ചാണെന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ വേറിട്ട് കാണുന്നില്ല. പക്ഷെ വർഗീസേട്ടൻ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ പ്രാക്ടീസ് എന്നും എല്ലാ പ്രാക്ടീസും ചെയ്യാറില്ല. കാരണം ഞാൻ വല്ലാതെ മെലിഞ്ഞ് പോയി. ഇത് നല്ല തീവ്രതയിൽ ചെയ്തപ്പോഴേ ശരീരം വല്ലാതെ മെലിഞ്ഞപ്പോ ഞാനൊന്ന് നിർത്തിയിരിക്കുക. അതായത് എന്നും ചെയ്യുന്നില്ല, എന്നാൽ ആ തുടക്കത്തിലെ ഇത് വൈബ്രേഷൻ മാത്രം ഞാൻ ചെയ്യും. പിന്നെ എല്ലാവരും ഉള്ള സമയത്ത് ആ ഒരു എനർജിയുടെ ഒരു ഭാഗമായിട്ട് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ എന്നും ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ നല്ലൊരു രീതി. നമുക്ക് അനുഭവം കിട്ടാൻ ഏറ്റവും നല്ലത് അതാണ്. പിന്നെ പറയാനുള്ള ചേച്ചി പറഞ്ഞ വിഷയം പശുക്കൾ, അതായത് ഇന്ന് പോസ്റ്ററിന്റെ ഭാഗമായിട്ട് ചേച്ചി കണക്ട് ചെയ്ത് പറഞ്ഞ വിഷയമാണ് ചോദിച്ച ആ ഒരു പട്ടിയുടെ കാര്യം ചോദിച്ചപ്പോ എന്നുള്ളത്. അപ്പൊ കുഞ്ഞുങ്ങളുടെ പാരഡൈം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ മാതാപിതാക്കളെ കണ്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത് എന്നുള്ളത്. പക്ഷെ ഇന്നത്തെ കാലത്ത് മാതാപിതാക്കളെ കണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ മാതാപിതാക്കളെ സ്വാധീനം വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലമായിരുന്നു. നമ്മളെ എന്ത് ആണ് ചെയ്യുന്നത് അതല്ല കുട്ടികൾ കണ്ടുപിടിക്കുന്നത്. അവരിപ്പോ ഏറ്റവും കൂടുതൽ മാതാപിതാക്കളെ കാണുന്നതിനേക്കാളും മീഡിയാസും കാണുന്നു, ചുറ്റുപാട് ഉള്ള ആളുകള്, പിന്നെ സിനിമ, ഇതൊക്കെയാണ് കാണുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു സംസ്കാരം വാർത്തെടുക്കുന്നത് തന്നെ കുടുംബം അല്ല അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. വളരെ എനിക്ക് തോന്നുന്നു അനുഗ്രഹിക്കപ്പെട്ട കുട്ടികളാണ് പിന്നെയും കുടുംബത്തിലെ ഒരു പാരമ്പര്യത്തിന്റെ രീതിയിലോ അല്ലെങ്കിൽ മാതാപിതാക്കൾ പറയുന്ന കാര്യത്തിലേക്കോ ഒക്കെ വരുന്നത്. എന്തായാലും ഈ മാതിരി ഉള്ള കാര്യങ്ങൾ, അതായത് പാലിന്റെ കാര്യത്തിൽ ശരിക്കും ഡീപിക്കോളജിക്കലായിട്ട് നമ്മൾ അത് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ നമ്മുടെ പശുക്കളെ കറക്കാതെ അവരുടെ, അതായത് പശുവിന്റെ പാല് ഏതൊരു ജീവിയുടെയും പാല് എന്ന് പറയുന്നത് അതിന്റെ കുഞ്ഞിന് കൊടുക്കാനുള്ളതാണ്. ഞാൻ ഈ ഒരു അറിവ് എനിക്ക് ആദ്യം കിട്ടുന്നത് പ്രകൃതി ജീവനത്തിൽ ഒരു 5 വയസ്സ് മുതൽ ഞാൻ ആ ഒരു ജീവിത രീതിയിലാണ് വരുന്നത്, ഭക്ഷണ രീതിയും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ പാല് കഴിക്കുന്ന സമയത്ത് അത് ദഹിക്കാനായിട്ടൊരു പ്രായമുണ്ട്. അത് കഴിഞ്ഞാല് നമ്മുടെ അമ്മയുടെ പാല് പോലും നമുക്ക് ദഹിക്കില്ല എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ മറ്റൊരു ജീവിയുടെ പാല് കഴിക്കുമ്പോൾ ആ ജീവിയുടെ വളർച്ചയ്ക്കനുസരിച്ചുള്ള ഘടകങ്ങളാണ് ആ പാലിലുള്ളത്. അതുകൊണ്ട് നമ്മളത് കഴിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഹോർമോൺ ഇംബാലൻസ് ആണ് ഉണ്ടാക്കുന്നത്. ഇത്തരം അറിവുകളൊക്കെ ഉള്ളത് കൊണ്ട് ആദ്യമേ പാല് കഴിക്കുന്നതിൽ നിന്നും ഒക്കെ നന്നായിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടക്കാലത്ത് ഇപ്പോ പ്രസവം, കുഞ്ഞുങ്ങളൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ ഒരു പാരമ്പര്യ ശീലങ്ങളിൽ നിന്നും മാറുന്ന സമയത്ത് ഉണ്ടാകുന്ന പോഷകക്കുറവുകളും മറ്റൊക്കെ വന്നപ്പോൾ വീണ്ടും തൈര് കൂട്ടുന്നതിലേക്ക് അല്ലെങ്കിൽ മോര് കഴിക്കുന്നതിലൊക്കെ വന്നു എന്നുള്ളതാണ്. പക്ഷെ എന്നാലും ഈ ഒരു അറിവ് നമുക്ക് അതിൽ നിന്നും കുറയ്ക്കാൻ സാധിക്കും. നമുക്ക് ആ വെറും പാല് അതില് എന്താ പറയുക, നമ്മളൊരു ജൈവ അവസ്ഥയിലൂടെ അത് കാണാതിരിക്കുന്നതോളം അത് നമുക്ക് വേസ്റ്റ് ആക്കുന്നതിനോ കളയുന്നതിനോ ഒന്നും വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. അതുപോലെ പശുവിനെ നമ്മൾ കാണുന്ന പോലുമില്ല. അത് ഇപ്പോ കിട്ടുന്ന പാല് ശരിക്കുമുള്ള പാലാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഈ ഒരു അറിവ് ചേച്ചി ഇത് പറഞ്ഞ സമയത്ത് അത് വളരെ നന്നായിട്ട് തോന്നി, കണക്ട് ചെയ്ത്. അതായത് കുട്ടികൾക്ക് ഈ ഒരു കാര്യത്തിൽ നമ്മള് ഇവിടെ പരിപാടിയിൽ പല സമയത്തും പറയാറുണ്ട്, പച്ചക്കറി വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ മുളക് ഉണ്ടാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെ നിന്ന് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ മാർക്കറ്റിൽ നിന്ന്. അത്തരം ഒരു മനോചിത്രമാണ് ഇപ്പൊ കുട്ടികൾക്ക് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ ഭൂമി എന്നുള്ള ആ ഒരു സംവിധാനവുമായിട്ടുള്ള ബന്ധമാണ് മക്കൾക്ക് ഇല്ലാതെ പോകുന്നത്. അപ്പൊ അതിലേക്കൊക്കെ ഒരു ചിന്തിക്കാനായിട്ട് ഇവിടെ വന്നവർക്കും ഒക്കെ അതെ, തുടക്കക്കാർക്കാണെങ്കിലും ഒക്കെ ചിന്തിക്കാനായിട്ടുള്ള ഒരു നല്ല സബ്ജക്റ്റ് ആയിരുന്നു അത് പോസ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞത്. അപ്പൊ എല്ലാവരും ചിന്തിക്കുക, അവിടെ സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളത്. അത് പശുവിന്റെ കാര്യം ഒരു ഉദാഹരണം മാത്രം. മണ്ണിന്റെ കാര്യത്തിലും
പിന്നെ വെള്ളത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു അശ്രദ്ധ കാരണം അല്ലെങ്കിൽ അതിന്റെ ഒരു മൂല്യത്തെ കണക്കാക്കാതെ നമ്മൾ ഉപയോഗിച്ച് ശീലിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് മനസ്സിലാകുന്ന സമയത്ത് നമുക്ക് എത്ര ഉപയോഗിക്കേണ്ട എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇന്നലെ വെള്ളം ഉപയോഗിക്കുന്ന കാര്യത്തില 4 പാത്രം വെച്ചുള്ള സമയത്ത് അപ്പം റഷീയുടെ അമ്മ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ വെള്ളം സേവ് ചെയ്യാനായിട്ടുള്ള രീതിയാണ്, വെള്ളം ഇല്ലാത്ത സ്ഥലത്തും ഉള്ള സ്ഥലത്തും. അപ്പൊ അവര് പറഞ്ഞു, ഇങ്ങനെ നിറയെ തണ്ണി ഇരിക്കുന്നത്, അവിടെയും കിണറ്റിലും പുഴയിലൊക്കെ നിറച്ചു വെള്ളമുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ അത് മടിക്കുന്നതെന്ന് ചോദിച്ചു, അല്ലെങ്കിൽ അതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, വെള്ളം ഉണ്ട്, നിറയെ ഇല്ലെങ്കിൽ തീരെ ഇല്ല എന്നുള്ളതല്ല, നമ്മൾ ആവശ്യത്തിന് മാത്രം എടുക്കുക, നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ എടുക്കുക എന്നുള്ള രീതിയിൽ അത് അവരോട് പറയാൻ സാധിച്ചു. അപ്പൊ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രകൃതിയിൽ നമുക്ക് ചുറ്റും ഒരുപാട് ഉണ്ടാകും, പക്ഷെ എല്ലാം നമുക്ക് വേണ്ടിയാണ്, എല്ലാം നമുക്ക് വേണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് നമുക്ക് വേണ്ടത് മാത്രം എടുക്കുക. ഏത് കാര്യത്തിലാണെങ്കിലും അത് എടുക്കുകയാണെങ്കിൽ നമ്മളെപ്പോലെ തന്നെയുള്ള മറ്റുള്ള ജീവികൾക്ക് കൂടി അത് ലഭിക്കും എന്നുള്ളതാണ്. അപ്പൊ അത്തരം കാഴ്ചയിലേക്കും കാഴ്ചപ്പാടിലേക്കും ജീവിത പ്രയോഗങ്ങളിലൊക്കെ എല്ലാവരും എത്തുക, അതൊക്കെ തന്നെയാണ് ഒളിമ്പസ് പറയുന്നതും കൂടുതൽ പഠിപ്പിക്കുന്നതും ഒക്കെ. അപ്പൊ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. ഞാൻ തുടക്കത്തിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്നായിരുന്നു, അപ്പൊ പറ്റിയില്ല, അതുകൊണ്ടാണ് വീണ്ടും ചേച്ചി സംസാരിച്ചത്. അപ്പൊ ചേച്ചിയോട് വളരെ നന്ദി പറയുന്നു, ഈ ഒരു ചെറിയൊരു കാര്യം എല്ലാവർക്കുമായിട്ട് നൽകിയത്. അവരെ പോസ്റ്ററിനും ഒക്കെ വളരെ സന്തോഷമുണ്ട്. എന്തായാലും 1000 ദിവസം ആയിട്ട് ഇന്ന് ഇവിടെ കൂടിയ എല്ലാവർക്കും വളരെ നന്ദി അറിയിക്കുകയാണ്. ഇത് 1000 ദിവസം എന്നുള്ളത് നമ്മൾ അവസാനിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് അത്രയും ഒരു ദിവസത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയും തുടർന്ന് അപ്പൊ 1000 തരത്തിൽ നമുക്ക് ജീവിതത്തെ 1000 ആംഗിളിൽ നമ്മൾ ജീവിതത്തെ കാണുക എന്നുള്ളതാണ് ഇത് നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പോ അത്രയും ആംഗിളിൽ വശങ്ങളായിട്ട് നമ്മൾ ജീവിതത്തെ കാണുന്ന സമയത്ത് അത്രയും പരന്നു കിടക്കുന്നു, ഇത്രയും അറിയേണ്ടതുണ്ട്. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ജീവിക്കാം, പക്ഷെ അറിയുന്ന സമയത്ത് അറിഞ്ഞ് ജീവിക്കാനുള്ളത്. അത്രേ ഉള്ളൂ. സന്തോഷം. നമസ്കാരം. അപ്പൊ നമുക്ക് ഇന്നത്തെ രാവിലത്തെ സുഭാഷിതം പിരിച്ചുവിടാം. ഇന്ന് കുറച്ചധികം വൈകി, പിന്നെ എല്ലാവരുടെയും ഇത് കേൾക്കാനായിട്ട് നിന്നപ്പോൾ എന്തായാലും അത് നല്ലൊരു ഷെയറിംഗ് ആണ്. അതിലൂടെ ആയിരിക്കും ചിലപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ കൂടുതൽ ജീവിതത്തിലേക്ക് എടുക്കാൻ സാധിക്കുക. എന്തായാലും ഇത് തുടരുക. രാവിലെ പരമാവധി പറ്റുന്ന ആളുകൾ തുടങ്ങുക എന്നുള്ളതാണ്, സാധന ചെയ്യാനും സുഭാഷിതം കേൾക്കാനൊക്കെ ആയിട്ട്. അപ്പൊ എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമുക്കിപ്പോ ഈ സെഷൻ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം.